ഹലോ ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് ടുവിൻ്റെ ഒരു സ്റ്റഡി പ്ലാനാണ്. ഓക്കെ, ഒരു ബ്രീഫായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും ഞാനിതിൽ തരുന്നുണ്ടാവുക. എന്നിട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാനിതിൻ്റെ ഒരു എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു PDF ഫോമാറ്റിലുള്ള ഫയൽ ഞാൻ അയച്ചു തരാം. അതിൽ സ്റ്റഡി പ്ലാനിൻ്റെ ഒരു പ്രോപ്പറായിട്ട് നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണം, നിങ്ങൾ എത്രത്തോളം ടൈം ഒരു ടോപ്പിക്കിന് വേണ്ടി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് ഉണ്ടാവും. ഇതിനകത്ത് ഞാൻ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഉള്ള കാര്യങ്ങൾ ഇവിടെ നമ്മളൊന്ന് പറയുന്ന പോലെ. ഓക്കെ, സോ 3 month സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ വർക്കിന് പോകുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ PSC പഠിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ടൈപ്പ് ആൾക്കാരായിരിക്കും. പക്ഷേ ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമായിരിക്കില്ല പഠിക്കുന്നുണ്ടാവുക, അല്ലേ? വേറെ എക്സാംസിന് വേണ്ടിയും പഠിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് സിലബസ് കുറേ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടാവും, റൈറ്റ്? അപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റഡി മെത്തേഡ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നിങ്ങളിപ്പോൾ ഏത് ഒരു എക്സാമിന് വേണ്ടി പഠിക്കുവാണെങ്കിലും നിങ്ങൾക്കിത് ഫോളോ ചെയ്യാവുന്നതാണ്. കാരണം എല്ലാ എക്സാമിനും നമുക്കൊരു കോർ സിലബസ് ഉണ്ടാവുമല്ലോ, അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ കോർ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അത് മാക്സിമം ഒരു കുറച്ച് വീക്സിനകത്ത് തന്നെ മാക്സിമം സിലബസ് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോവുക. എന്നിട്ട് അതിന് മുമ്പുണ്ടായിരുന്ന പേപ്പറിലെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ട് ചെയ്ത് നോക്കുക. അതൊരു ഡെയിലി ഒരു 10 ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാര്യമായിരിക്കും. ഓക്കെ, ഇവിടെ ആദ്യം ഞാൻ പറയാൻ പോകുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് 60-30 and 10 മെത്തേഡാണ്. ഓക്കെ, വിച്ച് മീൻസ് 60% കോർ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, 30% MCQs അല്ലെങ്കിൽ PYQs കംപ്ലീറ്റ് ചെയ്തിട്ട് 10% നമ്മൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കുന്ന ഒരു മെത്തേഡാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഫസ്റ്റ് ഡേ, ആദ്യത്തെ ഡേ ഞാൻ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, Day 1. അപ്പോൾ Day 1 ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് റിവിഷൻ ഇല്ല, അല്ല, ഞാൻ Day 1 ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാനൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് ടുവിൻ്റെ തന്നെ ഒരു ടോപ്പിക്ക് എടുക്കുകയാണ്, സിസ്റ്റം. ഓക്കെ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം ഒക്കെ ഞാൻ എടുക്കുകയാണെന്നില്ല, സിസ്റ്റത്തിൽ എനിക്ക് 60% ഓഫ് സിസ്റ്റംസ് കവർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുവാണ്, സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ എന്തിലായിരിക്കും, എനിക്ക് ഏറ്റവും ഈസി ഉള്ളത് ഏതാണോ അതിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഞാൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള വീഡിയോസും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസും നമ്മുടെ റിട്ടേൺ ആയിട്ടുള്ള നോട്ട് ഓൾറെഡി ഉണ്ടെങ്കിൽ അത് നോക്കി പഠിക്കാം. അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റിലുള്ള NCERTയുടെ ടെക്സ്റ്റ് നമുക്ക് ഓൺലൈനിൽ കിട്ടുമല്ലോ, അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. അങ്ങനെ ഓവറോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് ഫുള്ളായിട്ട് നമ്മൾ പഠിക്കാൻ നോക്കുക ആ ഒരു ദിവസം തന്നെ. അതൊരു ഏകദേശം ഈസി ടോപ്പിക് അല്ലേ? ഒരു 1 hour ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ, അല്ലേ? തീരെ അതിനെക്കുറിച്ച് ഓർമ്മ ഒന്നും ഇല്ലാത്ത കുറേയൊക്കെ നമുക്ക് കാലമായില്ലേ, പഠിച്ച് +2 ഒക്കെ കഴിഞ്ഞ് കുറേ കാലമായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ആ ഒരു ടോപ്പിക്ക് നമ്മൾ മാറിയിട്ടാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനൊരു 1 hour എന്തായാലും വേണ്ടി വരുമായിരിക്കും. ഇല്ലെങ്കിൽ ഒരു 30 minutesനകത്ത് എങ്ങനെയാണെങ്കിലും അത് കംപ്ലീറ്റ് ആയി പോകും, അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഏത് സിസ്റ്റം കൂടെ അതിനകത്ത് ഏതാ ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ കുറച്ച് ടോപ്പിക്കും കൂടെ അതിനകത്ത് എടുക്കാം, അല്ലേ? റെസ്പിറേറ്ററി ഈസിയാണ്. സോ ഒരു 30 minutes ഇതും കംപ്ലീറ്റ് ആകും. അപ്പോൾ 1.5 hours ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമ്മൾ സിലബസിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സ് ആണ് ഇത് രണ്ടും. ഓക്കെ, അത് നമ്മൾ ആ ഒരു 1.5 hours തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കി. ഇനി വർക്കിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അധികം ടൈം ഉണ്ടാവില്ല. ഓക്കെ, ചിലപ്പോൾ ആകെ ഒരു ഡെയിലിയിൽ നമുക്ക് ഒരു 2 to 3 hours ആണ് ആകെ മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ടാവുക, അല്ലേ? അപ്പോൾ 1.5 hours ഇവിടെ സ്റ്റഡി ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, ഭയങ്കരമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി പ്രിപ്പയർ ചെയ്യാതെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫ്ലോ ചാർട്ട് പോലെ ഉണ്ടല്ലോ, നമുക്ക് എവിടെ നിന്നാണ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് എൻഡ് ചെയ്യുന്നത് എവിടെ വരെയാണെന്നുള്ളൊരു ഫ്ലോ ചാർട്ട് ജസ്റ്റ് ഒന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും, ലൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിൽ തന്നെ കുറേ പോയിന്റ്സ് ഇൻക്ലൂഡ് ആയി കഴിഞ്ഞു. അതിന് എത്ര തന്നെ ടൈം വേണ്ടി വരും, അല്ലേ? ഒരു 30 minutesനകത്ത് നിങ്ങൾക്ക് അതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് മാത്രം നോട്ടാക്കിയിട്ട് വെക്കുന്ന കാര്യമാണ് കേട്ടോ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇപ്പം നമുക്കിവിടെ എത്ര ടൈം പോയി, ഒരു 2 hours ഏകദേശം പോയില്ലേ. ഇനി നമുക്ക് 1 hour ഉണ്ട് അവിടെ. ഈ 1 hour നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, അതിപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് മാത്രം വേണമെന്നൊന്നുമില്ല, നമുക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക് അതിനകത്ത് കൂടെ വരുവാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം, അല്ലേ? ഇപ്പം ഞാനവിടെ ഗ്രൂപ്പിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് വീക്കിൽ ഞങ്ങൾ വിചാരിക്കുന്ന 3 വീഡിയോസ് ആണ് പോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ അതിൽ ടോപ്പിക്ക് ഞങ്ങളിവിടെ ഓൾറെഡി പറയും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം ടെലഗ്രാം ഗ്രൂപ്പിലായിരിക്കും നമ്മൾ പോൾ ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു ഡെയിലി ഒരു 5 to 10 questions ആണ് വിചാരിക്കുന്നത്.
അപ്പോൾ ഓരോ വീക്കിലും നമ്മൾ 3 വീഡിയോസ് ആണല്ലോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ മൺഡേ ആണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. മൺഡേ തന്നെ നിങ്ങൾക്ക് ഒരു 5 to 10 ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിനകത്ത് പോളായിട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ ഗ്രൂപ്പിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അത് മോസ്റ്റ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ നോക്കാം. അതല്ലാതെ വേറെ ചാനൽസ് ഇതേപോലെ ചെയ്യുന്നുണ്ട്. അവരും ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ. ഞാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ PDF ആയിട്ടുള്ള ഫോർമാറ്റ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്നും ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അത് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഒരു 1 hourനകത്ത് ചെയ്യാൻ പറ്റുന്നതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്കി എത്ര ടൈം നിങ്ങൾക്ക് ഉണ്ടോ അത്രയും ടൈമിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. കാരണം നിങ്ങളിപ്പോൾ പഠിക്കുന്നത് നിങ്ങൾ ടോപ്പിക്സ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് PYQലാണ്. കാരണം എഗെയിൻ ഞാൻ പറഞ്ഞില്ലേ, ഡൈജസ്റ്റീവ് ആണെങ്കിലും റെസ്പിറേറ്ററി ആണെങ്കിലും ഏത് സിസ്റ്റം പഠിക്കുവാണെങ്കിലും നമുക്ക് ആ ടോപ്പിക്ക് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻ എങ്ങനെ വരും എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു എക്സാം എഴുതുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അവർക്കൊക്കെ PYQ ചെയ്താൽ തന്നെ ഏകദേശം ഒരു 70% സിലബസ് കവർ ചെയ്ത പോലെ തോന്നും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം നമുക്കിവിടെ അറിയേണ്ടത്, ഒരിക്കലും ഒരു കാര്യം മെമ്മറൈസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ മാത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം, ഫോർമുലാസ് മെമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഒരു കോൺഫിഡൻസ് കിട്ടും. ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിച്ചു നോക്കുക. ഓക്കെ, ചെറിയ ചെറിയ നോട്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഡേ 1 ഞാൻ പറഞ്ഞത്. ഡേ 2 പോകുമ്പോൾ എങ്ങനെയാവും? ഡേ 2 പോകുമ്പോൾ നിങ്ങളുടെ നോർമലി ഉള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുക. വിച്ച് മീൻസ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 1.5 hours നമ്മൾ പഠിക്കാൻ വേണ്ടി എടുക്കുന്നില്ലേ, ആ 1.5 hours എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ 30 minutes നോട്ട് എന്ന് എഴുതിയത് നോട്ട് നിങ്ങൾ എഴുതുക, പക്ഷേ എഗെയിൻ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് എഴുതുക. അതിൻ്റെ കൂടെ ഡേ 1 ചെയ്ത കാര്യം കൂടെ റിവൈസ് ചെയ്യാനായിട്ട് നോക്കുക. ബയോളജി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ മറന്നു പോകുന്ന ഒരു ഫാക്ടർ അവിടെ ഇല്ല, എന്നാലും പറയുവാണ്. കാരണം ഇതിൽ നമുക്ക് ഫിസിക്സും മാത്സും കൂടെ വരുന്നുണ്ട്, കെമിസ്ട്രിയും കൂടെ വരുന്നുണ്ട്. ബയോളജിയിൽ നിങ്ങൾ റിവൈസ് അങ്ങനെ ചെയ്തില്ല, ഡെയിലി റിവൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. പക്ഷേ ഫിസിക്സ് ആൻഡ് മാത്സിൽ അത് നന്നായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കീവേഡ്സ് എഴുതി വെക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ശീലം ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞതിൽ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമുക്ക് അനാറ്റമി ആൻഡ് ഫിസിയോളജി ആണ്. അതുകൊണ്ടാണ് ഞാൻ ആ ടോപ്പിക്കിനെ നേരത്തെ സെലക്ട് ചെയ്ത് പറഞ്ഞത് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നുള്ളത്. അപ്പോൾ ഡൈജസ്റ്റീവ് ഉണ്ട്, നമുക്ക് റെസ്പിറേറ്ററി, സർക്കുലേറ്ററി, നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എല്ലാ പരീക്ഷയ്ക്കും ഈ സിസ്റ്റത്തിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണത്തിൽ നിന്ന് ഇപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇത് ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ആ ഒരു ഇമ്പോർട്ടൻസിൻ്റെ ഇതിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൽ തന്നെ എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നെർവസ് ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നെർവസ് സിസ്റ്റത്തിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഓർഗാൻസ് ഏതൊക്കെയാണ്, മേജർ ആയിട്ടുള്ള ഓർഗാൻസ് എന്താണ്, അവരുടെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഇനി അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ചോദിക്കാറില്ല, ഒരു ഓവറോൾ ഔട്ട്ലൈൻ നമുക്ക് അറിഞ്ഞിരുന്നാലും മതി. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ കാര്യങ്ങൾക്കാണ്. രണ്ടാമത് വരുന്നതാണ് ഡിസീസും ഫസ്റ്റ് എയ്ഡും. ഓക്കെ, ഡിസീസ് പഠിക്കുന്ന സമയത്ത് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ CSP ആണ് മെയിൻ. കോസ് പഠിക്കണം, സിംറ്റം പഠിക്കണം, പ്രിവെൻഷൻ പഠിക്കണം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് വരുന്നത് പേഷ്യൻ്റ് കെയർ ആൻഡ് ഹോസ്പിറ്റൽ എത്തിക്സ് ആണ്. ഏകദേശം ഇത് പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ അധികം നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വെച്ചാൽ കൊടുക്കണം, ബട്ട് എഗെയിൻ PYQs മാത്രം ചെയ്താൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് എഗെയിൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഉണ്ട്, അതിൻ്റെ റെക്കോർഡ്സ് വരുന്നുണ്ട്. ഓക്കെ, ഈ ടോപ്പിക്സ് എല്ലാം നോക്കുന്നതിൻ്റെ കൂടെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ടോപ്പിക്സും കൂടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കണം. ഓക്കെ, സോ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി മാത്സും കൂടെ ഉണ്ട്. അതിൽ വരുന്നതിൽ നിങ്ങൾക്കിപ്പോൾ മാത്സിൽ തീരെ എന്താണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ യു ഷുഡ് മെയിൻലി കോൺസെൻട്രേറ്റ് ഓൺ സിംപ്ലിഫിക്കേഷൻ. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ ചെയ്ത് പഠിക്കുക. ഡെയിലി ഒരു 2-3 ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അതങ്ങനെ തന്നെ ക്ലിയർ ആയി പോയിക്കോളും. ഫിസിക്സിൽ ആദ്യം നമുക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ്. ഈസി ടോപ്പിക്കാണ്, ആദ്യം വരുന്ന ടോപ്പിക്കാണ്, നല്ല രീതിക്ക് പഠിക്കാനും നമുക്ക് പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചേക്കുന്ന സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നതാണ് ഓവറോൾ സിലബസിനുള്ള സ്റ്റഡി പ്ലാൻ. വീക്ക് 1 മെഡിക്കലിൽ വരുന്ന ബയോയിൽ വരുന്ന ടോപ്പിക്സ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് ടിഷ്യൂസും സ്കെലിറ്റൽ സിസ്റ്റവും സെല്ലാണ്. ഫിസിക്സിൽ വരുന്നത് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് മോഷനാണ്. മാത്സിലെ നമ്പർ സിസ്റ്റം ആൻഡ് സിംപ്ലിഫിക്കേഷൻ ആണ് ഫസ്റ്റ് വീക്കിൽ വരുന്നത്. ഇത്രയും ടോപ്പിക്സ് നമ്മൾ വീക്ക് 1 കൺസിഡർ ചെയ്ത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ പിന്നെ വീക്ക് 2 റിവൈസ് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, വീക്ക് 2 സിസ്റ്റംസ് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ ഫിസിക്സിൻ്റെ ടോപ്പിക്സ് ഉണ്ട്, മാത്സിൻ്റെ ടോപ്പിക്സ് ഉണ്ട്. ഞാൻ ആദ്യം ബയോയിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക്
ബാക്കിയുള്ള സബ്ജക്ട്സ് നമ്മൾ പഠിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബയോ ആദ്യം നോക്കണം എന്ന് താല്പര്യമുള്ളവർക്കോ ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇത് ഓവറോൾ സിലബസ് നിങ്ങൾക്ക് ഈ ഒരു 3 മന്ത്സിനകത്ത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഫോളോ ദിസ് കൈൻഡ് ഓഫ് മെത്തേഡ്. ഓക്കെ, ഡെയിലി ടൈം അലോട്ട് ചെയ്യുക. ബയോളജിക്ക് ഒരു ടൈം, ഫിസിക്സിന് ഒരു ടൈം, മാത്സിന് ഒരു ടൈം. കെമിസ്ട്രി ഞാൻ ഇവിടെ വരെ പറഞ്ഞിട്ടില്ല, സെക്കൻഡ് വീക്കിൽ പറഞ്ഞിട്ടില്ല, കാരണം ആദ്യം മാത്സിൻ്റെ ഒരു പോർഷൻ ഏകദേശം കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നതിൽ ഫിസിക്സ് മാറ്റിയിട്ട് കെമിസ്ട്രി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു മെത്തേഡാണെന്ന് മാത്രം. എനിക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഇത് തോന്നി. കാരണം ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒരേപോലെ വെക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ബയോ ആണ് കുറച്ചുകൂടെ ആഡ് ചെയ്ത് പോയേക്കുന്നത്. ഇമ്പോർട്ടൻസ് കൂടുതലുള്ളതും അതാണല്ലോ, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എല്ലാ വീക്കിലുള്ള പ്ലാൻ എന്ന് പറയാൻ പറ്റില്ല, ടോപ്പിക്സ് മാത്രമാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ 12 വീക്കിലുള്ള ടൈപ്പ് ഓഫ് ഒരു നോട്ട്സും അതിൻ്റെ പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് അവസാനം നിങ്ങൾക്ക് എത്രത്തോളം എക്സാമിനുള്ള ഡേയ്സ് ഉണ്ടോ അത്രയും ഡേയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഷോർട്ട് നോട്ട്സ് എഴുതുക, MCQs ചെയ്ത് പഠിക്കുക. വർക്കിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ തന്നെ ഒരു ടൈം അലോട്ട് ചെയ്യുക. അത് ആ ഒരു ഡിസിപ്ലിനിൽ തന്നെ പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. ഒരു 2 hours ആണെങ്കിൽ ആ 2 hours മാത്രം ആ ഒരു സ്റ്റഡി, ഇപ്പോൾ പഠിക്കാൻ വേണ്ടി മാത്രം ആ 2 hours എടുക്കുക. വേറൊരു കാര്യങ്ങൾക്കും ആ 2 hours ടൈം കൊടുക്കാതിരിക്കുക. അതേപോലെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഡൂം സ്ക്രോളിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു ആപ്പ് ഞാൻ പറഞ്ഞുതരാം. ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാത്ത ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. നമ്മളത് ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മളത് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ അവിടെ ഒരു ട്രീ ഗ്രോ ചെയ്യുന്ന പോലെ കാണിക്കും. ഓക്കെ, അപ്പോൾ അതിൽ വന്നിട്ട് എപ്പോൾ നമ്മൾ ഫോൺ എടുക്കുന്നു അപ്പോൾ ആ ട്രീ ഗ്രോ ചെയ്ത് നിൽക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രീ പ്ലാന്റ് ചെയ്യാനല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സാധനങ്ങളും പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്പാണ് ഈ ഫോറസ്റ്റ് ആപ്പ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇതൊരു മെത്തേഡാണ്. ഇനി നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് വേറെ ആരെങ്കിലും നിങ്ങൾക്ക് കൂടെ വേണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പഠിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാലേ പഠിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ. അങ്ങനെയുള്ളവർക്ക് ലൈവായിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പക്ഷെ അതിനകത്ത് ടൈം ലിമിറ്റ് ഉണ്ടാവും കേട്ടോ. ഒരു ഡേയിൽ നമുക്ക് 1 മണിക്കൂറോ അങ്ങനെ എന്തോ ആണ് ടൈം ലിമിറ്റ് എന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതിൽ നമുക്ക് 1 hour ഒക്കെയാണ് ടൈം ഉണ്ടാവും. 1 hour നമുക്ക് സ്ക്രീനിൽ കാണാം ബാക്കി ആൾക്കാരൊക്കെ ഇരുന്ന് പഠിക്കുന്നത്. സ്റ്റഡി വിത്ത് മീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൈറ്റുകൾ കുറേ ഉണ്ട്. പക്ഷെ അതിനകത്ത് മെമ്പർഷിപ്പ് വേണമെങ്കിൽ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റഡി ഓൺ യുവർ ഓൺ. ലൈക്ക് ആ 1 hour വന്നിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളവർ പഠിക്കുന്നതാണ്. നമ്മളത് കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ പോലെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നെക്സ്റ്റിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ കാൽക്കുലേഷൻസ് ഒക്കെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇത്രയാണ് പഠിക്കുന്നതിനുള്ള ആ ഒരു എനിക്ക് പറ്റുന്ന രീതിക്കുള്ള ഒരു എന്താ പറയുക, ഹെൽപ്പ് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം. ഇതിനെ കൂടുതൽ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് കാണാമല്ലോ. അങ്ങനെ സോ ഈ ഒരു പ്ലാൻ ഞാൻ എന്തായാലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇഫ് യു വാണ്ട് ടു ഫോളോ ദാറ്റ് യു ക്യാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൽ തന്നെ നിങ്ങൾക്ക് അതിന് കോൺസെപ്റ്റ് മനസ്സിലാവും. അത് കഴിഞ്ഞ് പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ മതി. ഡെയിലി ഉണ്ടല്ലോ, അപ്പോൾ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ടാവും. ഓക്കെ, സോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും അല്ലെങ്കിൽ കമൻറ്റിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.